താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. പരിശുദ്ധാത്മാവ്, അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്തുകൊണ്ട്, എങ്ങനെ, ഒരിക്കൽ കൂടി, എന്തുകൊണ്ട്, എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്താ? ആരുടെ ചോദ്യമൊന്നോ? അതേന്നെ, നിങ്ങളുടെ, അതെ, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ചോദ്യം തുടങ്ങുന്നത് എന്തുകൊണ്ട് അല്ലേ? ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, അതെ, കടന്നു വരുന്ന പ്രശ്നം, ആ പ്രതിസന്ധി അത് വലിയതായി മാറുന്നത് എപ്പോഴാ? അല്ലെങ്കിൽ വലിയ പ്രശ്നം വന്നു, അയ്യോ ഇതുപോലൊരു പ്രശ്നം ആരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല, ഇതുപോലൊരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ല, ഈ പ്രശ്നത്തോടെ ഞാൻ തീരും, ഈ പ്രശ്നത്തോടെ എൻ്റെ കട പൂട്ടും, ഈ പ്രശ്നത്തോടെ എൻ്റെ കച്ചവടം പൂട്ടിപ്പോകും, ഈ പ്രശ്നത്തോടെ എൻ്റെ സഭ തീരും, അല്ലേ, ഈ പ്രശ്നത്തോടെ എൻ്റെ കുടുംബം തകരും, ഈ പ്രശ്നത്തോടെ ഞാൻ ജോലിയില്ലാത്തവനാ തീരും. ഇത് പറയുവാനുള്ള കാരണം എന്താ? അതേന്നെ, ആ പ്രശ്നത്തിനുള്ള കാരണം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ. കാരണം കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പരിഹരിക്കും. അതെ, ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ രോഗവുമായിട്ട് കയറി ഇറങ്ങാത്ത ആശുപത്രികളുണ്ടോ? കാണാത്ത ഡോക്ടർമാരുണ്ടോ? ഓരോ ആശുപത്രിയിൽ പോകുമ്പോഴും ഇപ്പോഴൊക്കെ നിങ്ങളെ ആ ഡോക്ടറെ കാണാൻ പറഞ്ഞു വിടുന്നവരെന്താ പറഞ്ഞു വിടുന്നേ? ആ ഡോക്ടർ കേമന, നിനക്കറിയത്തില്ല, നീ ഒന്ന് പോയി കാണും, എന്താണ് നിന്റെ രോഗമെന്ന് ആ ഡോക്ടർ കണ്ടുപിടിക്കും. ഓ സ്തോത്രം. അപ്പോൾ ഇതുവരെ രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ രോഗിയാണ്. അവസ്ഥ അത്രമാത്രം പരിതാപകരമാണ്, അല്ലേ മാതാവേ? രാവിലെ ഒന്ന് മക്കളെ കൃത്യസമയത്ത് സ്കൂളിൽ വിടാൻ ഉറക്കം എണീക്കാൻ പറ്റിയിട്ട് എത്ര ദിവസമായി? അപ്പോൾ എണീക്കുന്നുണ്ട്, അയ്യോ അതുപോലൊരു കഷ്ടം പറയണ്ട, വേച്ചു പോവുക, വീണു പോവുക, കാലിന് ബലമില്ലാതെ ആ ടോയ്ലറ്റിൽ എത്രയോ തവണ മുട്ടിടിച്ച് വീണ അവസ്ഥ നിന്നോടാ സഹോദര. വളരെ പ്രതീക്ഷയോടെ രാവിലെ ചാടി എഴുന്നേൽക്കും, എഴുന്നേറ്റ് നിന്നിട്ട് അമ്മേ എന്ന് വിളിച്ചു. ആ വേദന രാത്രി വരെ പിന്തുടരുകയാണ്. വീട്ടിനകത്ത് മാത്രമല്ല, ജോലി സ്ഥലത്ത് പോയാലും ക്ഷീണമാണ്, തളർന്നു പോകുന്നത് പോലെ ഇപ്പോൾ വീഴുമെന്ന അവസ്ഥയാ. സ്തോത്രം. നിന്റെ തൊഴിലിടത്തിൽ അതിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവർ അസൂയോടെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ നിന്നെപ്പോലൊരു ഡ്രൈവർ, ഏത് തിരക്കിലും എവിടെയും വണ്ടി ഓടിക്കാൻ നീ ഒരു പുലിയാ, അങ്ങനെ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ തട്ടാതെ വണ്ടി ഷെഡിൽ കയറ്റാൻ പറ്റുന്നുണ്ടോ? പേടിയാ. എത്ര കാലം ഈ ജോലി ചെയ്യുവാൻ കഴിയും? ശരീരം തളർന്നു പോകുന്നു, ശരീരം ബലഹീനമാണ്, ശരീരം രോഗാതുരമായിരിക്കുന്നു. പല നിലകളിൽ ശരീരം രോഗാതുരമായിരിക്കുന്നു. പക്ഷേ രോഗം കണ്ടെത്തുവാൻ ഡോക്ടറിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചികിത്സ ചെയ്യണമെന്നറിയാതെ ഡോക്ടർ പാപ്പാ അടിക്കുക. അത് തന്നെ കാരണം കണ്ടെത്തുവാൻ കഴിയാത്ത പ്രശ്നം നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുക. ഇപ്പോഴും കാരണം കണ്ടെത്തി പറഞ്ഞു തരുവാൻ കഴിയുന്ന ഒരാളിന് വേണ്ടി, ഒരു ഡോക്ടറിന് വേണ്ടി, ഒരു ക്ലിനിക്കിന് വേണ്ടി, ഒരു ഹോസ്പിറ്റലിന് വേണ്ടി അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ സൗഖ്യത്തിനല്ല, കാരണം കണ്ടെത്തണം, അതാണ് അന്വേഷണം. ആ അന്വേഷണത്തിന് കർത്താവ് ഇന്ന് അറുതി വരുത്തുക. കാരണത്തെക്കുറിച്ച് വഴിയെ പറയാം, കർത്താവ് പരിഹാരം വരുത്തുക. കാരണത്തെ കർത്താവ് കണ്ടിട്ടുണ്ട്, അവനതിന് പരിഹാരം വരുത്തുക. സ്തോത്രം. ആ അലച്ചിലിന് അറുതി വരിക, നിന്നെ കർത്താവ് സൗഖ്യമാക്കുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാം. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ചിലരെ സൗഖ്യമാക്കിയ, ചിലരത് തിരിച്ചറിയുക. ശരീരത്തിൽ ആത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക. ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ സ്തോത്രം പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കിയ, ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ രാവിലെ ഉണർന്നെഴുന്നേറ്റ് മക്കളുടെ കാര്യം ക്രമീകരിക്കുവാൻ തക്കവണ്ണം മാതാവേ നിന്റെ ശരീരത്തിൽ ശക്തി ഉണ്ടാകുക. ഇനി നീ മുട്ടുകുത്തി വീഴത്തില്ല. ഓ താങ്ക് ഗോഡ്. സഹോദര സ്തോത്രം. ജോലിക്ക് പോകുവാൻ കഴിയാതെ ഇനി നീ പിന്നെയും കിടക്കയിൽ കിടക്കത്തില്ല. നിന്റെ ജോലി ചെയ്യുവാൻ കഴിയാതെ ഭയപ്പെട്ട് നീ ഭവനത്തിൽ മടങ്ങി വരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ആ ബലഹീനതയെ സ്തോത്രം, ആ രോഗാവസ്ഥയെ, നീ ഭയപ്പെടുത്തുന്ന ആ രോഗാവസ്ഥയെ എൻ്റെ കർത്താവ് സൗഖ്യമാകിയ, ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാം. ആമേൻ. അപ്പോൾ കാരണം കണ്ടെത്തണം, അതാണ് പ്രശ്നം. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ കാണുന്നതൊന്നും അല്ല കാരണമെന്ന് കുറേ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. പല കാരണങ്ങളും പെട്ടെന്ന് നമ്മൾ തേടി പിടിച്ചെടുക്കും.
അതാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. അവനാണ്, ഇവനാണ്, ഇവരാണ്. പക്ഷെ കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, അയ്യോ അതൊന്നുമല്ല പ്രശ്നം. കാരണം അതൊന്നുമല്ല കാരണം കണ്ടുപിടിക്കുവാൻ കഴിയുന്നതേയില്ല. ആ അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിലൂടെ കേൾക്കുന്നു. ദൈവത്തിന് ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. നിങ്ങൾക്ക് കാരണം കണ്ടെത്തുവാൻ കഴിയാത്ത, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാത്ത, നിങ്ങൾക്കൊപ്പമുള്ള, നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നവർക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തി തരുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് അടുത്ത ചോദ്യമുണ്ടാകും, എങ്ങനെ? അതാണ് പ്രശ്നം. എങ്ങനെ? അയ്യോ, എങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ കഴിയും? ദേവദാസനെ, നിങ്ങൾക്കറിയത്തില്ല, അത്രമാത്രം ഞാനിവിടെ പെട്ട് നിൽക്കുകയാണ്. എൻ്റെ ജോലി സ്ഥലത്തെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എൻ്റെ സ്ഥാപനത്തിലെ കറണ്ട് സിറ്റുവേഷൻ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. അയ്യോ, പിടിച്ചു നിൽക്കുന്ന പാട്. മറ്റുള്ളവർ പറയാൻ തുടങ്ങി, പൊയ്ക്കോ, ഇനി ഇവിടെ നിന്നാ കൂടുതൽ ബാധ്യതയിലേക്ക് നീ പോയി വീഴും. എവിടെ നിന്നാ തുടങ്ങിയേ? വലിയൊരു ബാധ്യതയുമായിട്ടാണ് തുടങ്ങിയേ. ആ ബാധ്യത അവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ പലരും തന്ന് സഹായിച്ചത് കൊണ്ട് മാത്രം തിന്ന് ജീവിക്കുന്ന അനുഭവത്തിൽ ആ രാജ്യത്ത് സഹോദരി നീ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുക. നിരാശ, ഫ്രസ്ട്രേഷൻ, കർത്താവ് അതിന് പരിഹാരം വരുത്തുക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ ആ ഫ്രസ്ട്രേഷന് കർത്താവ് അറുതി വരുത്തുക. നീ സന്തോഷത്തോടെ നിന്റെ വീട്ടുകാരോട് സംസാരിക്കുവാൻ പോകുക. സഹോദരി, നിന്റെ ഭർത്താവ് സന്തോഷത്തോടെ നിന്നോട് സംസാരിക്കുവാൻ പോകുക. ഇന്നത്തെ അവസ്ഥയ്ക്ക് എൻ്റെ കർത്താവ് പരിഹാരം വരുത്തുവാൻ പോകുക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. എങ്ങനെ? സ്തോത്രം. ആ ചോദ്യത്തിൻ്റെ വ്യാപ്തി വലുതാണ്. ഇതേ ചോദ്യം ഉയരുന്നുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ. ഞാൻ പറയും, ഭക്തകളിൽ ഭക്തയായ ഒരു സ്ത്രീ, അയ്യോ, അതവരുടെ ഔന്നിത്യത്തെ, അവരുടെ മഹത്വത്തെ വിളിച്ചോതുന്ന വാക്കുകളാണ്. ആരുടെ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മ മറിയയുടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇவ்விധത്തിൽ ആ ഭക്തകളിൽ ഭക്തയായ മറിയയിൽ നിന്ന് ചോദ്യം ഉയരുകയാണ് ദൈവത്തിൻ്റെ ദൂതനോട്. ഇതെങ്ങനെ സംഭവിക്കും? അന്ന് മറിയ ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞൊരു കാര്യം, ഒത്തിരി കന്യകമാർ കാത്തിരുന്ന ആ കാത്തിരിപ്പിന്റെ റിസൾട്ട് തൻ്റെ ജീവിതത്തിൽ നിറവേറും എന്ന് താൻ കേട്ട ആ കാര്യം എങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യം ദൂതനോട് തന്നെ തിരികെ മറിയ ചോദിക്കുകയാണ്. ദൂതനെ, ഞാൻ വിവാഹം കഴിക്കാത്തവളാണ്, പിന്നെ നീ ഈ പറഞ്ഞ കാര്യം എങ്ങനെ സംഭവിക്കും? ഹൗ ഈസ് പോസിബിൾ? ചിലത് നടക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പരിചയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതിന് പിന്നിൽ ഉണ്ടാകണം, അല്ലേ? വണ്ടി ഓടണമെങ്കിൽ പെട്രോൾ അടിക്കണം എന്ന് പറയുന്നത് പോലെ, ലളിതമായിട്ട് പറഞ്ഞതാണ്, എന്ന് പറയുന്നത് പോലെ നമ്മൾ അറിയുന്ന ഒത്തിരി കാര്യങ്ങൾ പിന്നിലുണ്ടെങ്കിലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ മുൻപിലുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ആ ചോദ്യം ഉയർന്നത്, എങ്ങനെ? സഹോദരി, അതല്ലേ ചോദ്യം. ഈ മെസ്സേജ് കേൾക്കുമ്പോഴും വളരെ പ്രതീക്ഷയോടെ നീ ശ്രദ്ധിക്കുന്നുണ്ട്. സ്തോത്രം. നിന്റെ കണ്ണുകളിലെ ആ തിളക്കം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ കാണുന്നുണ്ട്. എങ്ങനെ എന്ന ചോദ്യത്തോടൊപ്പമുള്ള തിളക്കം. എങ്ങനെ എൻ്റെ ഭർത്താവ് മാറും? അവനൊരു മാനസാന്തരം എങ്ങനെ ഉണ്ടാകും? അത്രമാത്രം അവൻ അഡിക്റ്റായിരിക്കുന്നു മദ്യത്തിന്, അത്രമാത്രം കൂട്ടുകെട്ടുകളാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, അത്രമാത്രം എന്നെ വെറുത്തിരിക്കുന്നു, അത്രമാത്രം മറ്റുള്ളവർ പലതും പറഞ്ഞു കൊടുത്ത് എൻ്റെ ഭർത്താവിൻ്റെ ഉള്ളിൽ എന്നെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് എങ്ങനെ ഒരു മാറ്റമുണ്ടാകും? ദൂതൻ അമാന്തിച്ചില്ല. മറിയയുടെ ചോദ്യത്തിന് ഉത്തരം ദൂതനിൽ നിന്ന് പെട്ടെന്ന് വരികയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. താങ്ക് ഗോഡ് സഹോദരിയും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നീ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടാകും. ആ മദ്യപ്പുഴയിൽ മുങ്ങി മതിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഭർത്താവ് മടങ്ങി വരും. കൂട്ടുകെട്ടുകളാൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ഭർത്താവ് മടങ്ങി വരും. അതേ തകർന്നു പോയെന്ന് നീ വിലപിക്കുന്ന നിന്റെ കുടുംബജീവിതം പണിതുയർത്തപ്പെടും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് ഗോഡ്. നഷ്ടപ്പെട്ടു പോയെന്ന് നീ കരുതി വിലപിക്കുന്ന നിന്റെ കുടുംബജീവിതം സഹോദരാ, താങ്ക് ഗോഡ്, അത് പണിതുയർത്തപ്പെടുക. അവിടെ നിന്ന് അവരുടെ വാക്കുകളാൽ പിടിക്കപ്പെട്ട നിന്റെ ഭാര്യ മടങ്ങി വരിക. എങ്ങനെയെന്ന ചോദ്യത്തിന് ഇപ്പോൾ അറുതി വരിക. താങ്ക് ഗോഡ്. നീ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം
താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ ദൈവ സാന്നിധ്യം മടക്കി വരുത്തുക. പിടിക്കപ്പെട്ട ബന്ധിക്കപ്പെട്ട സ്ഥാനത്തു നിന്ന് അവരെ മടക്കി വരുത്തുക. ആമേൻ. ആ ദൈവ സാന്നിധ്യം 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ ദൈവ സാന്നിധ്യം അവളിൽ നിന്ന് വാക്തത്വത്തെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ കേട്ട, നിങ്ങൾ അറിഞ്ഞ, നിങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന നിങ്ങളുടെ വാക്തത്വം, അതാണ് ഇന്ന് മുൻപിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എങ്ങനെ സംഭവിക്കും? ദൈവം എന്നോട് അന്ന് പറഞ്ഞതാണല്ലോ. അല്ലേ സഹോദര, നീ ആ ജോലിയിലേക്ക് പോയപ്പോൾ, നീ ആ ജോലിക്കായി ഇറങ്ങിയപ്പോൾ, ആ രാജ്യത്ത് കടന്നു പോയപ്പോൾ കർത്താവ് നിന്നോട് പറഞ്ഞതാണല്ലോ. പക്ഷെ ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട് അത് എങ്ങനെ സംഭവിക്കും? സഹോദരി, അങ്ങനെ ഒരു കുടുംബജീവിതം തന്നപ്പോൾ കർത്താവ് നിന്നോട് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ? അല്ലേ മാതാവേ, മക്കളെ പഠിക്കുവാൻ വിടുമ്പോൾ, ആ രാജ്യത്ത് അവരെ അയക്കുമ്പോൾ കേട്ട ഒത്തിരി വാക്തത്വങ്ങളുടെ പൂർത്തീകരണമെന്ന് നീ ധരിച്ചു. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ അയ്യോ ദൈവദാസനെ, നല്ലതൊന്നും ചിന്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനായിരിക്കുന്നു. അല്ലാതെ ഭാരപ്പെടുകയല്ലേ? മക്കളുടെ ജീവിതം വല്ലാത്ത പരിതാപകരമായ അവസ്ഥയിലാണ്. അവർ കടന്നുപോയ രാജ്യത്ത് അവർ വല്ലാതെ ബാധിക്കപ്പെട്ടിരിക്കുന്നു. നിനക്കായി അവരെ സഹായിക്കുവാൻ കഴിയുന്നില്ല. അവരെ സഹായിക്കേണ്ടവർ അവിടെ സഹായിക്കുന്നില്ല. പലരുടെ മോഹന വാക്കുകൾ കേട്ട് താങ്ക് ഗോഡ് പെട്ടുപോയ അവസ്ഥയിലായിരിക്കുന്നു. പക്ഷെ നീ പെട്ടുപോയിട്ടില്ല. അത് വാക്തത്വമാണ്. അതിനെ നിവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരും. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും. മാതാവേ, നിന്റെ തലമുറയായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചലിക്കുക. സ്തോത്രം. മറിയയിൽ നിന്ന് അവളുടെ ബുദ്ധി സമ്മതിക്കാത്തത് ഉരുവായി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാരണമായെങ്കിൽ സ്തോത്രം. ഇന്നത്തെ നിൻ്റെ മകളുടെ അവസ്ഥ നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ നിന്നെ പ്രാപ്തയാക്കുന്നില്ല. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ നല്ലത്, നീ കേട്ട വാക്തത്വം ഉരുവായി വരിക. ആ രാജ്യത്തിൽ തന്നെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിന്റെ തലമുറ തുടരുവാൻ പോകുക. ഫാമിലിയായി സന്തോഷത്തോടെ അവിടെ അവളുടെ കുടുംബജീവിതം തകർന്നു പോകുവാൻ, അവളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടതുകൊണ്ട് അവളുടെ കുടുംബജീവിതം തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ, താങ്ക് ഗോഡ്, പരിശുദ്ധാത്മാവിനാൽ ബാധിക്കപ്പെട്ട പിടിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിന്റെ തലമുറ പുറത്തു വരിക. ആത്മാവിനാൽ അത് സംഭവിക്കും. ആത്മാവിനാൽ അത് സംഭവിക്കും. എനിക്കറിയാം ഇതൊരു ഇൻട്രൊഡക്ഷനാണ്. ഇത് എന്തുകൊണ്ട് അല്പം നീണ്ടുപോയി? കാരണം തമ്പനയിൽ നിങ്ങൾ കാണുന്ന ആ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിച്ചേരണമെങ്കിൽ, നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ ഇത്രത്തോളമുള്ള ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, മീൻസ് ആ ദൈവ സാന്നിധ്യത്താലാണ് സംഭവിക്കുന്നത്. നോക്കൂ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ കൊരിന്തിലെ ഉൾപ്രദേശങ്ങളിലുള്ള ഒരു സഭയിൽ നിന്നുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് അവിടെ ആയിരിക്കുന്ന ജനത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ആരോടാണ് ചോദിക്കുന്നത്? കൊരിന്തിലെ വിശ്വാസികളോടാണ്. ശ്രദ്ധിക്കണമേ, ആരോടാണ്? വിശ്വാസികളോട്, എന്നെ കേൾക്കുന്ന നിങ്ങളോട് അത് തന്നെ അപ്പോസ്തലൻ പൗലോസ് ചോദിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? 19:2 അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകമാണ് കേട്ടോ. അവർ പറയുക, ഞങ്ങളിങ്ങനെ ഒന്നിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് നമ്മിലുണ്ടോ? ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ നിൽക്കുന്നുവോ? ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, അതാണ് എങ്ങനെ എന്നുള്ള നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. നിങ്ങളുടെ എങ്ങനെ ഇത് സംഭവിക്കുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ആ ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ നിറയുമ്പോൾ എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാകും. നിങ്ങൾ കേട്ട വാക്തത്വങ്ങൾ, നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിച്ചത്, അത് അவ்விധത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കാരണം കണ്ടെത്തുവാൻ കഴിയാത്ത ആദ്യത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. എന്തുകൊണ്ട്? പല കാരണങ്ങളും നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തോണ്ടിയെടുക്കും. അവരാണ്, ഇവരാണ്, അവനാണ്, ഇവനാണ്. പക്ഷെ കുറെ കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും അവരല്ല, അല്ലെങ്കിൽ അവരെന്തിന് അത് ചെയ്യണം. അപ്പോൾ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന ഒരു ഘടകം, അത് പലർക്കും കണ്ടെത്തുവാൻ കഴിയുന്നതേയില്ല. ഒരിക്കൽ പ്രൈസർ ഫാമിലിയിലേക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥന വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി. ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്: ദേവദാസനെ, എൻ്റെ അയൽക്കാരനുമായി എൻ്റെ ഭർത്താവ് ചില ദിവസങ്ങൾക്ക് മുമ്പ് വഴക്കുകൂടി. വഴക്കെന്ന് പറഞ്ഞാൽ
പോരിഞ്ഞ വഴക്ക്. എൻ്റെ ഭർത്താവ് അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ആ സഹോദരി വളരെ സന്തോഷത്തോടെ പറഞ്ഞു, നല്ലതാ ഭർത്താവിനെ അങ്ങനെ വിലയോടെ കാണുന്നതൊക്കെ നല്ലതാ. അപ്പോൾ പൊരിഞ്ഞ വഴക്ക് നടന്നു. ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഇൻ്റർവെല്ലിന് ശേഷം സൂര്യൻ അസ്തമിക്കുമ്പോൾ യുദ്ധത്തിന് അവസാനം ഉണ്ടാവില്ല. അടുത്ത സൂര്യൻ ഉദിച്ചാലല്ലേ, പണ്ടൊക്കെ യുദ്ധം അങ്ങനെയാണ്. സൂര്യൻ അസ്തമിച്ച ഉടനെ യുദ്ധം നിർത്തും, സൂര്യൻ ഉദിക്കുമ്പോൾ വീണ്ടും തുടങ്ങും. അങ്ങനെ ഒരു ദിവസത്തെ ഇൻ്റർവെല്ല് കഴിഞ്ഞ് അടുത്ത ദിവസം യുദ്ധം തുടങ്ങി. അടുത്ത ദിവസം യുദ്ധം തുടങ്ങിയപ്പോൾ സന്ദർഭവശാൽ ഈ പുള്ളി, അതായത് ഈ സഹോദരിയുടെ ഭർത്താവ് പറഞ്ഞു, ഞാൻ ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങിയടാ, നീ പ്രാന്ത് പിടിച്ചോലെ ഉറക്കമില്ലാതെ കിടന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്ത് നിന്നു, എന്നാൽ നീ ഇന്ന് തൊട്ട് ഉറങ്ങുന്നതൊന്ന് കാണട്ടെ എന്ന്. അപ്പോൾ ഈ വാക്ക് കേൾക്കയിൽ തന്നെ ഈ സഹോദരിക്ക് കാര്യം മനസ്സിലായി, പണി വരുന്നുണ്ട്. ആമേൻ. പണി വരുന്നുണ്ട്. ആ സഹോദരി വീട്ടിനകത്ത് കയറി ബൈബിൾ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, 3 ദിവസം ഉപവസിക്കും. എന്തിന്? ആ വലിയ ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തൻ്റെ മേൽ വരണം. തൻ്റെ ഭവനത്തിനകത്ത് ആ ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറയണം. അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് പിന്നിലെ ഭീഷണി അത് കുടുംബത്തിനകത്ത് കണ്ണുനീർ വീഴ്ത്തും. ആ സഹോദരി കാര്യം തിരിച്ചറിഞ്ഞു. ഒപ്പം ഞങ്ങളെയും കൂടെ കൂട്ടുവാനാണ് വിളിച്ചത്. 3 ദിവസം ഉപവസിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഒപ്പം ഉപവസിക്കുവാൻ കഴിയുമെങ്കിൽ ഉപവസിക്കണം. നമ്മളൊരു പ്രെയർ ക്രമീകരിച്ചു. ആ സഹോദരി ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. ഒപ്പം തന്നെ 2ാമത്തെ ദിവസം വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട് പറഞ്ഞൊരു വാക്യം ആ സഹോദരിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അതേ അധ്യായം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം, അതിൻ്റെ 19-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ആ സഹോദരിക്ക് വേഗത്തിൽ കാര്യം മനസ്സിലായി. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും മനസ്സിലാകാൻ സമയമെടുക്കും. അത് നമ്മുടെ ആരെയും കുഴപ്പമല്ല, മനസ്സിലാകും. നോക്കിയേ, ആ സഹോദരി സന്തോഷത്തോടെ ആമേൻ പറഞ്ഞു. പ്രാർത്ഥന തുടർന്നു. 3 ദിവസത്തെ പ്രാർത്ഥന ഉപവാസം അനുഗ്രഹമായി കഴിഞ്ഞു. ആ സഹോദരി പറഞ്ഞു, ദേവദാസനെ, ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ആ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. എൻ്റെ ഭർത്താവും ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കൊക്കെ എനിക്കൊപ്പം ഇരുന്നു. അപ്പോൾ ആ സീസൺ അങ്ങനെ കഴിഞ്ഞു പോയി. ഏകദേശം ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അപ്പുറത്തെ വീട്ടിൽ ഒരു വ്യക്തി പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നു, പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നു. അപ്പോൾ ഇവർക്കൊരു സന്തോഷമായി. ഇനി സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ, ആ വീട്ടിലും പ്രാർത്ഥന തുടങ്ങുകയാണല്ലോ. അതെപ്പോഴും നല്ലതാണ്. നമുക്കൊപ്പമുള്ളവരുടെ ജീവിതങ്ങളിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥത കിട്ടും. അങ്ങനെ അവിടെ പ്രാർത്ഥനയൊക്കെ നടന്നു. ഈ സഹോദരി ജോലിക്ക് വരുന്ന ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ, നമ്മൾ ഉപവസിച്ച ഉപവാസം ഫലം കണ്ടിട്ടുണ്ട്. അവിടെ അതാ പ്രാർത്ഥനക്കാർ വന്നിട്ടുണ്ട്, പ്രാർത്ഥന നടക്കുന്നുണ്ട്. അന്ന് രാത്രി ആയപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആ വീട്ടിൻ്റെ, ഈ അപ്പുറത്തെ വീട്ടിൻ്റെ വടക്കുവശത്ത് എന്തോ ഇട്ട് തീ കത്തിക്കുന്ന ആ പുകയുടെ മണവും ആ തീ കത്തിക്കുന്ന ഇതും അവർക്ക് മനസ്സിലായി. അവർ ജനലിൻ്റെ ഇടയിൽ കൂടെ പമ്മി നോക്കി, വെളിയിറങ്ങിയില്ല, വെറുതെ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ ആ സഹോദരൻ, തൊട്ടടുത്താ കേട്ടോ വീട്, ഒരുപാട് ദൂരമൊന്നുമല്ല, ആ സഹോദരൻ തീയിടുന്നതിനകത്ത് എന്തൊക്കെയോ ചരടുകളും ഈ ചെറിയ ചെറിയ പൊതിയിലുള്ള സാധനങ്ങളും ഒക്കെ കൊണ്ടിട്ട് കത്തിച്ചിട്ട് അവസാനം അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് ആ സഹോദരൻ തൻ്റെ ഭാര്യയോട് പറയുക, ഈ നശിച്ചതൊന്ന് കത്തിപ്പോയാലെങ്കിലും എനിക്കിത്തിരി സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാമല്ലോ എന്ന്. മനസ്സിലായില്ലേ? ഈ സഹോദരൻ്റെ ഉറക്കം കളയാൻ വേണ്ടി ചെയ്തു വച്ച സാധനമാണ്. 1 ആഴ്ച കൊണ്ട് പുള്ളിയുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി. അപ്പോൾ അത് വാരിയിട്ട് കത്തിക്കുക. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക, നിങ്ങളുടെ ഉറക്കത്തെ കളയുവാൻ, നിങ്ങളുടെ സ്വസ്ഥതയെ കളയുവാൻ, നിങ്ങളുടെ നന്മകളെ, നിങ്ങളുടെ സന്തോഷത്തെ, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കളയുവാൻ തക്കവണ്ണം ചെയ്തു കൂട്ടിയ ക്ഷുദ്രപ്രയോഗങ്ങളെ, അഭിചാര വസ്തുക്കളെ, മന്ത്രവാദ പ്രസാദങ്ങളെ, സ്തോത്രം, നിങ്ങളുടെ ശത്രു തീയിൽ ദഹിപ്പിച്ച് കളയുക. താങ്ക് ഗോഡ്, സ്തോത്രം. നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ആ ക്ഷുദ്ര പ്രയോഗങ്ങളെ കത്തിച്ചു കളയുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കാരണമാ നിന്റെ ഉറക്കം പോകുവാനുള്ള കാരണമാ പറഞ്ഞേ. ആ ജോലി സ്ഥലത്ത് സ്തോത്രം, നീ കാരണം കണ്ടെത്തുവാൻ കഴിയാതെ കഷ്ടത അനുഭവിക്കുന്നതിനുള്ള കാരണമാ പറഞ്ഞേ. താങ്ക് ഗോഡ്.
സ്തോത്രം. ദൈവ സാന്നിധ്യം അതിനെ തകർക്കുക. അവിടെ തന്നെ ആ ജോലി സ്ഥലത്ത് തന്നെ നീ സന്തോഷത്തോടെ തുടരുവാൻ പോവുക. ആമേൻ. നിനക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത നിന്റെ കണ്ണിന് മറഞ്ഞിരുന്ന ആ കാരണം പുറത്തു വരുമ്പോൾ സ്തോത്രം, അതിന് ദൈവ സാന്നിധ്യം അറുതി വരുത്തുമ്പോൾ നിന്റെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി മാറുവാൻ പോകുക. യാസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര സഹോദരി, ആ തൊഴിലിടത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് അറുതി വരുവാൻ പോകുക. യാസ്, ചെയ്തു കൂട്ടിയതും ആമേൻ വെളിപ്പെട്ട് വ്യാപരിക്കുന്നതുമായ സകല പൈശാചിക മണ്ഡലങ്ങളും ആഭിചാരങ്ങളും ദുർമന്ത്രവാദങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോ. ആമേൻ. കാരണം അറിയില്ല ദൈവദാസനെ, എന്താണ് എന്നെ ഇത്രമാത്രം സ്നേഹിച്ച എൻ്റെ ഭർത്താവ്, എന്നെ ഇത്രമാത്രം സ്നേഹിച്ച എൻ്റെ ഭാര്യ ഇന്ന് ചതുർത്ഥി കാണുന്നത് പോലെയാ. നശൂലം, നശിച്ചവൻ അല്ലേ? ഇത് കേട്ട് നിവർത്തികേടുകൊണ്ട് സഹിച്ചു പോവുക. കാരണം അറിയത്തില്ല, കലഹത്തിനുള്ള കാരണം അറിയത്തില്ല. നിന്റെ ഭർത്താവിന് എന്താണ് ഇത്ര വെറുപ്പ്, കാരണം അറിയത്തില്ല. ഭാര്യയ്ക്ക് എന്താണ് വെറുപ്പ്, കാരണം അറിയത്തില്ല. പലരിലേക്ക് നോക്കി, അവരാണോ ഇവരാണോ കണ്ടെത്തുവാൻ കഴിയുന്നില്ല. പലരെയും മനസ്സിലായി, പക്ഷേ ഉറപ്പില്ല അവരെന്തുകൊണ്ട് അത് ചെയ്യണം, അവർക്ക് എങ്ങനെ അത് ചെയ്യുവാൻ കഴിഞ്ഞു. അവരെ അതിന് പ്രാപ്തരാക്കി തീർത്തത് ആ മന്ത്രവാദ ശക്തികളാണ്, ആ ക്ഷുദ്ര പ്രയോഗ കർമ്മങ്ങളാണ്, ആ ആഭിചാരങ്ങളാണ്, ആ വിളിശാപങ്ങളാണ്, ആ നേർച്ച കാഴ്ചകളാണ്. അതേ തകർക്കുന്ന ദൈവ സാന്നിധ്യം. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ ദൈവ സാന്നിധ്യം ചലിച്ചു തുടങ്ങിയ സ്തോത്രം. ചിലത് ദഹിച്ചു പോകും വിധത്തിൽ നിനക്ക് വിരോധമായി ചെയ്തു കൂട്ടിയവർ തന്നെ സ്വസ്ഥതയില്ലാതെ അതിനെ നശിപ്പിക്കുവാൻ പോകുക. യാസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ പിതാവേ, നിന്റെ തലമുറകൾക്ക് വിരോധമായി ചെയ്തു കൂട്ടിയ അവരുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ ആരോഗ്യത്തിന്, അവരുടെ സൗന്ദര്യത്തിന്, അവരുടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്ക് നിനക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത നീ സ്വപ്നം കാണുന്ന കർത്താവ് നിനക്ക് തരാമെന്ന് പറഞ്ഞ നിന്റെ തലമുറകളുടെ ഭാവിക്ക് വിരോധമായി ചെയ്തു കൂട്ടിയതിനെ അവർ തന്നെ നശിപ്പിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചില യാത്രകൾക്ക് സ്തോത്രം അറുതി വരുവാൻ പോകുക. നിന്റെ തലമുറകൾക്ക് വിരോധമായി ചെയ്തു കൂട്ടുവാനുള്ള ചില യാത്രകൾക്ക് സ്തോത്രം അറുതി വരുവാൻ പോകുക. എല്ലാ പൈശാചിക ബാധിപ്പുകളും വിട്ടുമാറി. ആമേൻ. യെസ്, താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും മാതാവേ. കാരണം അത് തന്നെ ഡോക്ടർമാർക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത കാരണം ആ പൈശാചിക ബന്ധനം, ആ മന്ത്രവാദത്തിൻ്റെ പ്രൊഡക്റ്റ്, അതേ ആഭിചാരങ്ങളുടെ ഫലം നിന്നെ രോഗിയാക്കി മാറ്റിയിരിക്കുന്നു. സ്തോത്രം. കർത്താവ് പറഞ്ഞില്ലേ, അതെ കാരണം അതാ, കർത്താവ് സൗഖ്യമാക്കി. ആമേൻ. സ്തോത്രം. ഉദരത്തിലെ നിന്റെ തലമുറയെ തകർക്കുവാൻ തക്കവണ്ണം സ്തോത്രം. യെസ്, യേശുവിൻ നാമത്തിൽ ആ ബന്ധനം അഴിയുക. തലമുറ ഇന്നും നിത്യരോഗിയ. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആ കെട്ടുപൊട്ടുക. ആ രോഗാത്മാവ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോ. താങ്ക് യു ലോർഡ്. പ്രാർത്ഥിച്ചാട്ടെ നിന്റെ ആത്മീയ ജീവിതത്തെ പോലും തകർക്കുവാൻ. സ്തോത്രം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ ഞാൻ പള്ളിയിൽ പോകുന്നല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പള്ളിയിലും പോകാതെ പ്രാർത്ഥിക്കാത്ത ആളാണോ മറിയ? നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നുന്നു നിങ്ങൾ മാത്രം പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ആരാധിക്കും, നല്ലവരാണ്, മറിയൊക്കെ മോശമാണെന്ന്. ഭക്തകളിൽ ഭക്ത. മറിയ ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? അവർക്കും കാരണം മനസ്സിലായിട്ടില്ല. അപ്പോഴാ അങ്ങനെയെങ്കിൽ ഇങ്ങനെ സംഭവിക്കണം, ഇങ്ങനെയെങ്കിൽ എങ്ങനെയെന്നുള്ള ചോദ്യത്തിലുള്ള ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിക്കും. നീ കച്ചവടം പൂട്ടി ഓടുവാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ നിന്റെ ആലയം പണിയപ്പെടും, നിന്റെ ശുശ്രൂഷാ ജീവിതം പണിയപ്പെടും, നിന്റെ ആത്മീയ ജീവിതം പണിയപ്പെടും. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നോക്കിയ ആ ദൈവ സാന്നിധ്യമാണ് ഇതുപോലുള്ള ലൊട്ടിലൊടുക്ക് പരിപാടികളിൽ നിന്ന്, അതുണ്ടാക്കുന്ന കണ്ണുനീരിൽ നിന്ന്, നിരാശയിൽ നിന്ന്, വേദനയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് വിശ്വസിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് മുൻപോട്ട് പോയാൽ മാത്രമേ വിശ്വാസികളെന്ന് പേര് മാത്രമുള്ള അവസ്ഥ മാറത്തുള്ളൂ. അപ്പോൾ വിശ്വസിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ ഇത് ചെയ്യും. നിങ്ങളറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കുക.
നിങ്ങളറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. പ്രൈസർ ഫാമിലിയുമായി നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ടവർക്ക് ഒരു കൂട്ടായ്മ ബന്ധമുണ്ടാക്കുക. ഞങ്ങളുടെ കോൺടാക്റ്റുകൾ കൈമാറിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ ആത്മശക്തിയിൽ നിറയുവാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമായി, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് അവസരമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ സാക്ഷ്യങ്ങളുടേതായി നിങ്ങളുടെ ജീവിതം മാറും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. അല്ലെങ്കിൽ കടന്നു വരിക. അതുപോലെ എല്ലാ ഞായറാഴ്ചയും 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങളൊരു ആലയത്തിൽ കടന്നു പോകാത്ത ആളാണെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ആലയത്തിൽ കടന്നു പോകാത്ത ആളാണെങ്കിൽ മാത്രം കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം. അപ്പാ, എങ്ങനെയെന്ന ചോദ്യത്തിന് ഇന്ന് അങ്ങ് ഉത്തരം നൽകിയ കൃപയ്ക്കായി ആ ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ആ വലിയ ദൈവസാന്നിധ്യം ഇപ്പോൾ മുതൽ പ്രിയപ്പെട്ടവർ അനുഭവിച്ചു തുടങ്ങട്ടെ. പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മനുഷ്യരും ഇവരുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതൊക്കെയും ഇന്ന് തകർക്കപ്പെടുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. എല്ലാ ആഭിചാരക്കെട്ടുകളും ദുർമന്ത്രവാദങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുപോ. താങ്ക് യു ലോർഡ്. ആത്മാവിൻ്റെ സാന്നിധ്യം ചലിക്കട്ടെ. സ്തോത്രം. ആമേൻ. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുക. ആ ആത്മസാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കുക. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ ഇല്ലായ്മകളും ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ. തൊഴിലിടങ്ങളിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. സാലറികൾ ലഭിക്കട്ടെ. തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്ന സാലറികൾ ലഭിക്കട്ടെ. ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ. രാജ്യത്തിൻ്റെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ വിശാലതയിൽ തുറക്കപ്പെടട്ടെ. ഇവർ വാഗ്ദത്തത്തിലേക്ക് കരം പിടിച്ച് നടത്തപ്പെടട്ടെ. അപ്പാ, ഇവരോട് കൂടിയിരിക്കണമേ. ഇവരിലെ രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനവും അഴിഞ്ഞു മാറട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. എല്ലാ ക്ഷീണങ്ങളും ബലഹീനതകളും മാറിപ്പോകട്ടെ. തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന രോഗമണ്ഡലങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ മാറട്ടെ. ഉദരത്തിൽ കുഞ്ഞുങ്ങളുമായിരിക്കുന്ന അമ്മമാരെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് സന്ദർശിക്കണമേ കർത്താവ്. തക്ക സമയത്ത് വിടുതൽ നൽകി മാനിച്ചാട്ടെ. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പാ, തലമുറകളെ നൽകണമേ. സ്വന്തം ഭവനമെന്ന വാക്തത്വത്തിലേക്ക് ഇവരെ അങ്ങ് നടത്തിയാട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. പുനർവിവാഹങ്ങൾ നടക്കട്ടെ. പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. അമേൻ. അവകാശങ്ങൾക്കായി കോടതികൾ കയറി ഇറങ്ങുന്നവർ, നീതിയുള്ള ന്യായാധിപതിയെ അങ്ങ് നൽകി മാനിക്കണമേ. ദൈവ സാന്നിധ്യം അനീതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരട്ടെ. താങ്ക് ഗോഡ്. നീതി വെളിപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ വിട്ടുപോകട്ടെ. ആത്മീയ ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. നിർത്തത്തിലായത്, ആ നന്മയിൽ നിർത്തത്തിലായത് മടക്കി വരുത്തുമെന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, യേശുവപ്പാ, അത്ഭുതം പ്രവർത്തിക്കണം. ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. താങ്ക് ഗോഡ്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.